ചാണ്ടി ഉമ്മന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ചാണ്ടി ഉമ്മന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല, പാലക്കാട് മികച്ച ടീം വർക്കാണ് ഉണ്ടായതെന്നും സതീശൻ പറഞ്ഞു. എന്ത് വിമർശനമാണ് ഒരു കാര്യം അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്കറിയില്ല ചർച്ച നടക്കുന്നില്ല. ഹരി മോഹൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഹരി, ഈ പാർട്ടിക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ല, നേതാക്കൾക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ല എന്ന ചാണ്ടി ഉമ്മന്റെ ഇന്നത്തെ പ്രതികരണം ഒരു മലക്കം മറിച്ചിലാണോ? ഒന്നാമത്തേത്. രണ്ട്, ഇന്ന് വി ഡി സതീശന്റെ പ്രതികരണത്തിൽ ചാണ്ടിയോടുള്ള കടുത്ത അതൃപ്തി അദ്ദേഹം പറയാതെ വെളിവാക്കുന്നുണ്ടോ? നിഷാദ്, ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് മലക്കം മറിച്ചിലായിട്ട് തോന്നുന്നില്ല, ഒന്ന് തണുപ്പിക്കുക മാത്രമാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. അതായത് തനിക്ക് വിഷമമുണ്ടായി എന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് ചാണ്ടി ഉമ്മൻ ഇന്നൊരു വാചകം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് വിഷമമുണ്ടായി എന്ന് പറഞ്ഞത് അദ്ദേഹം പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതേസമയം തന്നെ പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, നേതാക്കൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അതായത് ചാണ്ടി ഉമ്മനുമായി ഇതിനോടകം തന്നെ പാർട്ടി നേതൃത്വത്തിൽ ചില ആളുകളൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. അതിന്റെ പേരിലുള്ള ഒരു തണുപ്പിക്കൽ മാത്രമാണ് ഇപ്പോൾ നടന്നത്, ഒരു മലക്കം മറിച്ചിലല്ല. ചാണ്ടി ഉമ്മൻ പൂർണ്ണമായി തന്റെ നിലപാടിൽ നിന്ന്, അല്ലെങ്കിൽ തനിക്ക് വിഷമം ഉണ്ടായി എന്നുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, വി ഡി സതീശനെ സംബന്ധിച്ച് നിഷാദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അതൃപ്തി അതിനകത്തുണ്ട്, ആ വാക്കുകളിലുണ്ട്. ഇന്നലെ മുതൽ അത് പ്രകടവുമാണ്. അതായത് ചാണ്ടി ഉമ്മൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നലെ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം ചെയ്ത്. ഇന്ന് അതിന് മറുപടി എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ വരികളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായത്. ചാണ്ടി ഉമ്മന് മറുപടി പറയാനില്ല, പാലക്കാട് മികച്ചൊരു ടീം വർക്ക് ഉണ്ടായി എന്നുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് വന്നത്. അതായത് പാലക്കാട് യുവാക്കൾ നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള അതൃപ്തിയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ അപ്പോഴും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. അത് ചാണ്ടി ഉമ്മൻ ഇന്നോ ഇന്നലെയോ ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു അതൃപ്തി അല്ല ഇതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ നിന്ന് ചാണ്ടി ഉമ്മനെ നീക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് തുടർന്നു വരികയാണ്. ആ തുടർന്നു വരുന്നത് ഇപ്പോൾ പരസ്യപ്പെടുത്തി, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചാണ്ടി ഉമ്മൻ അത് പറയാൻ നിർബന്ധിതനാകുന്നു. തൊട്ടടുത്ത ദിവസം ചില നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് അതൊന്ന് തണുപ്പിക്കുന്ന നിലപാടിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ KPC നേതൃയോഗം നടക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ ആ വിഷയം ചർച്ചയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. പക്ഷെ പ്രതിപക്ഷ നേതാവിന് ഒട്ടും രസിച്ചിട്ടില്ല ചാണ്ടി ഉമ്മന്റെ പ്രതികരണം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ചാണ്ടി ഉമ്മൻ ഒരു മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രതീകം മാത്രം. ചാണ്ടി ഉമ്മൻ പറയുന്നതിൽ കാര്യമുണ്ട്, അദ്ദേഹത്തിന് പ്രയാസമുണ്ടാവരുത് എന്ന് പറയുന്നു കെ മുരളീധരൻ MLA, മുതിർന്ന നേതാവാണ് അദ്ദേഹം. അപ്പൊ ചാണ്ടി ഉമ്മൻ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കണം. ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെക്കുന്ന നേതൃത്വ വിമർശനത്തിന് പിന്നിൽ ഒരു വിഭാഗം നല്ല നേതാക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. തനിക്കെതിരെ ഒരു മൂവ്മെന്റ് രൂപപ്പെടുന്നുവെന്ന പ്രതികരണം ഇന്നിപ്പോ വി ഡി സതീശന്റെ പ്രതികരണത്തിലെ അദ്ദേഹത്തിന്റെ ഒരു ദേഷ്യഭാവം ഉണ്ടല്ലോ, അതിലും പ്രകടമാണ്. എന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മൻ ഒരു പേര് മാത്രമാണ്, അതിനപ്പുറം കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്ന വലിയ വിഭാഗീയതയുടെ ഒരു സൂചകമായിട്ട് നമുക്ക് ഈ എപ്പിസോഡിനെ മൊത്തത്തിലെടുക്കാമോ ഹരി? നിഷാദ്, ഏറെക്കുറെ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് വെറും ഒരു MLA അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ഒരു നേതാവ് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയാണ്. ചാണ്ടി ഉമ്മനെ തള്ളിപ്പറയുക എന്നുള്ളത് ഒരു പരിധിവരെയൊക്കെ വി ഡി സതീശനെയൊക്കെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുക മാത്രമേ വഴിയുള്ളൂ. പക്ഷേ ഈ ചാണ്ടി ഉമ്മന്റെ ഇപ്പോഴത്തെ വരവ് അതിൽ തൽപരരായ ചില നേതാക്കൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ അത് പറയാൻ ആഗ്രഹിച്ചിരുന്ന ചില നേതാക്കൾ കൂടിയുണ്ട് എന്നുള്ളതാണ് കെ മുരളീധരന്റെ അടക്കം പ്രതികരണം വരുമ്പോൾ മനസ്സിലാകുന്നത്. ചാണ്ടി ഉമ്മന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അസ്വസ്ഥതകൾ പരിഹരിക്കണം, ഉമ്മൻചാണ്ടിയുടെ മകനിൽ ഒരിക്കലും ഒരു നിരാശ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കൂടിയുള്ളത്, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ വലിയ ഒരു യുവ നേതൃനിര വരണം എന്നുള്ളൊരു പ്രതീതി നിരന്തരമായി വരുന്നു. ചില ആളുകൾ അതേക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ യുവാക്കൾക്ക് ഒരു തരത്തിലുള്ള എല്ലാ പദവിയും കൊടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, പ്രായമായ എല്ലാവരെയും ഒഴിവാക്കേണ്ട കാര്യമില്ല എന്ന് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ സംസാരിക്കുന്നു. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണത്തോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വസ്ഥതകൾ, അതൃപ്തി ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള ചില MLA-മാർ, ചില നേതാക്കളൊക്കെ തന്നെ അവിടെ പ്രചരണത്തിന് പോയി. രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു അവിടെ ചുമതല ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് പോയ ഒരാൾ അൻവർ സാദത്തും സണ്ണി ജോസഫും ചാണ്ടി ഉമ്മനുമായിരുന്നു. ഇതിൽ അൻവർ സാദത്തിനെയും സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് തിരികെ വിളിക്കുകയും ഇവിടെ
അവിടെ ചുമതല നൽകുകയും ചെയ്തു എന്ന് രമേശ് ചെന്നിത്തല തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ചാണ്ടി ഉമ്മന്റെ കാര്യം അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതായത് ഓരോ തരത്തിൽ നേതാക്കൾ ഓരോ കാര്യങ്ങളായി പുറത്തേക്ക് വിടുന്നുണ്ട്. അതായത് ചാണ്ടി ഉമ്മന്റെ പ്രസ്താവനയെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിലോ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിലോ അതൃപ്തി അറിയിച്ചുകൊണ്ടോ ഒന്നുമല്ല ഇവർ ഇക്കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പല നേതാക്കളും ഓരോ കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ രണ്ട് നേതാക്കൾക്ക് പ്രധാനമായിട്ട് ചുമതല കൊടുക്കുന്നു, ചാണ്ടി ഉമ്മനെ മാത്രം അവിടെ മഹാരാഷ്ട്രയിൽ നിർത്തുന്നു, തിരിച്ചു വിളിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചാണ്ടി ഉമ്മൻ ആ വിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ കുറേയൊക്കെ വസ്തുതകൾ ഉണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. അതിനുശേഷമാണ് ഈ പാർട്ടി ഒരു രാഷ്ട്രീയകാര്യ സമിതിയോ അല്ലെങ്കിൽ KPC എക്സിക്യൂട്ടീവോ വിളിച്ചു ചേർത്ത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കണം എന്ന് പറയുന്നത്. പാർട്ടിയിൽ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് കൂടി ഉറപ്പിച്ചു പറയുകയാണ് കെ മുരളീധരൻ. ഒരു മൗലികമായ ചോദ്യം ഇതാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്, ആ ലെഗസി അദ്ദേഹത്തിനുണ്ട്. ചാണ്ടി ഉമ്മന്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയ്ക്കാണ്. അപ്പോൾ ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന എ ഗ്രൂപ്പിനെ എത്രയോ കാലം തോളിലേറ്റി നടന്ന അതിൻ്റെ വിജയ മന്ത്രത്തിൻ്റെ ഉടമയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ. ആ ഉമ്മൻചാണ്ടിയുടെ മകനെ കൂടുതൽ റിവാർഡ് ചെയ്യുന്നത്, കൂടുതൽ പരിഗണിക്കുന്നത്, കൂടുതൽ സ്ഥാനങ്ങളിൽ അവരോധിക്കുന്നത് ഗുണപരമാവില്ല എന്ന രാഷ്ട്രീയ ആലോചന ഇപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടാകുമോ? സത്യത്തിൽ ചാണ്ടി ഉമ്മൻ ആ നിലയ്ക്ക് ഡൗൺ പ്ലേ ചെയ്യപ്പെടുന്നുണ്ടോ? അദ്ദേഹം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടാതിരിക്കുക. ഇനി ഉമ്മൻചാണ്ടിയുടെ ഒരു മകൻ എന്ന ലേബൽ വന്നുകൊണ്ട് എ ഗ്രൂപ്പിൻ്റെ സാരഥ്യത്തിലേക്കോ മറ്റൊരാൾ വരിക, പുതിയൊരു ഒരു പവർ സെൻറ്റർ ഉണ്ടാവുക, അത് വേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ടും ഇദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുന്നുണ്ടോ? ആ പണി നടക്കുന്നുണ്ടോ ഇതിനകത്ത്? അതാണോ ഇപ്പോൾ പ്രകടമാകുന്നത്? പക്ഷെ അത് അങ്ങനെ തോന്നുന്നില്ല. എ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ഒരു ശിഥിലാവസ്ഥയിൽ തന്നെയാണ്. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ മാറി നിന്നപ്പോൾ ഇപ്പോൾ ആ എ ഗ്രൂപ്പ് തന്നെ വലിയ കാര്യപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടത്തുന്നില്ല. പക്ഷേ എ ഗ്രൂപ്പിൽ തന്നെയുള്ള ചില നേതാക്കൾ പലപ്പോഴും പല തരത്തിലുള്ള ഒളിയമ്പുകളും ഒക്കെ ആയി വരാറുണ്ട്. ചില യുവ നേതാക്കളുമുണ്ട് എ ഗ്രൂപ്പിൽ. പക്ഷേ എ ഗ്രൂപ്പിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ മാത്രം ചാണ്ടി ഉമ്മൻ വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന് അതിന് ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അത്തരത്തിലൊരു വ്യക്തതയൊന്നുമില്ല. പക്ഷേ ആ ഒരു കാരണം, എ ഗ്രൂപ്പിന്റെ പേരിൽ തഴയപ്പെടുന്നു എന്നുള്ള കാരണം ചാണ്ടി ഉമ്മന്റെ ഇതിനകത്ത് അത് ചാണ്ടി ഉമ്മന്റെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ തഴയപ്പെടുന്നതിന്റെ കാരണമായി നമുക്കതിനെ വിലയിരുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇതിനോടകം തന്നെ തിരുവഞ്ചൂർ അടക്കമുള്ള ചില നേതാക്കൾ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ കൂടി കുറച്ചുകൂടി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ചില കളികൾ സാധാരണഗതിയിൽ കോൺഗ്രസിനകത്ത് നടക്കാറുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയാണോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും യുവ നേതൃനിരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. പാലക്കാട് യുവ നേതൃനിര ആ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയൊക്കെ ഏറ്റെടുത്ത ഒരു ഘട്ടത്തിൽ പോലും താരതമ്യേന യുവാവായിട്ടുള്ള MLA കൂടിയായിട്ടുള്ള ചാണ്ടി ഉമ്മൻ തഴയപ്പെട്ടതിന്റെ പിന്നിൽ അത്തരത്തിൽ എന്തെങ്കിലും കാരണമാണോ ഉള്ളത് എന്നൊക്കെയാണ് ഇതിനകത്ത് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ മഹാരാഷ്ട്രയിലേക്ക് ചാണ്ടി ഉമ്മൻ പോയ ഘട്ടത്തിൽ പാലക്കാട് ചാണ്ടി ഉമ്മന്റെ അസാന്നിധ്യം ഉണ്ടായ ഘട്ടത്തിലൊക്കെ വലിയ രീതിയിൽ പാർട്ടി അണികൾക്കിടയിൽ ഒരു അതൃപ്തിയൊക്കെ തന്നെ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത് തന്നെ വിളിക്കാത്തത് കൊണ്ടാണ്, തനിക്ക് ചുമതലയൊന്നും നൽകാത്തത് കൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്ന്. അപ്പോൾ ഈ യുവാക്കൾക്കിടയിൽ യുവ നേതൃനിരയിൽ തന്നെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ളതിന്റെ പ്രതീതി കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിന് എ ഗ്രൂപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എ ഗ്രൂപ്പിന്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അതിനൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇപ്പോൾ നേതൃയോഗങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. ആ യോഗങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചാണ്ടി ഉമ്മൻ ഒന്ന് തണുത്തിട്ടുണ്ട്. ആ തണുത്തത് ആരെങ്കിലും സംസാരിച്ചതിന്റെ പേരിലാണോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചതിന്റെ പേരിലാണോ എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുരളീധരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയിലെ അസ്വസ്ഥതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൃപ്തികൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. നിഷാദ്.